നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്യപ്പമാണ്. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. നെയ്യപ്പത്തിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമ്മളിത് 1.5 കപ്പ് പച്ചരി പൊടിച്ച് എടുത്താണ്. ഇതിൻ്റെ കൂടെ ഞാൻ ചുക്കും ഏലക്കായും കൂടി ചേർത്ത് പൊടിച്ചിട്ടുണ്ട്. തീരെ അങ്ങ് പൊടിയായിട്ടല്ല, അരിക്കാതെ ചെറിയൊരു തരിയുണ്ട് ഇതിനകത്ത്. പിന്നെ വേണ്ടതൊരു 1.5 കപ്പ് ശർക്കര പാനിയാണ്. 1/2 കപ്പ് റവ, 1/2 കപ്പ് മൈദ, 2 ടീസ്പൂൺ എള്ള്, 1 പിഞ്ച് ഉപ്പ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, നമുക്ക് ഈ തേങ്ങ വറക്കാൻ ആവശ്യമായ നെയ്യ്, നെയ്യപ്പം വറക്കാൻ ആവശ്യമായ എണ്ണ, വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്, പിന്നെ തേങ്ങാക്കൊത്ത്. ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. ആദ്യമായിട്ട് നമുക്ക് ഈ അരിപ്പൊടിയുടെ കൂടെ മൈദയോട് ചേർത്ത് അതിലേക്ക് നമുക്ക് ശർക്കര പാനി ഒഴിക്കാം. ശർക്കര പാനി ഒഴിച്ചിട്ട് നമുക്ക് 1 പിഞ്ച് ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. നമ്മളെ എടുത്ത് അര ടീസ്പൂൺ നമ്മുടെ ബേക്കിംഗ് പൗഡർ ഇട്ട് ഇളക്കി വെക്കാം. നമ്മുടെ നെയ്യപ്പത്തിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു 2-2.5 മണിക്കൂർ ഇത് വെച്ചേക്കാം. 2.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ചേരുവകളൂടെ ചേർത്ത് നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കാം. നമ്മുടെ നെയ്യപ്പത്തിൻ്റെ മാവ് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് 2 മണിക്കൂർ നമ്മൾ വെച്ചതാണ്. ഇനി നമുക്ക് അതിലേക്ക് റവയും എള്ളും ചേർത്ത് ഇളക്കി വെക്കാം. ഇപ്പം മാവ് ഇച്ചിരി കട്ടിയാണ്. നമുക്ക് അല്പം വെള്ളം കൂടെ ഒഴിക്കാം. ശകലം വെള്ളം കൂടെ നമുക്ക് ഒഴിക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് മാവ് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് അടുത്തായിട്ട് ആ തേങ്ങാക്കൊത്ത് നെയ്യിലൊന്ന് വറുത്ത് പാൻ ചൂടായി ഒരു 3 ടീസ്പൂൺ ഞാൻ നെയ്യ് ഇതിനകത്തിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ തേങ്ങാക്കൊത്ത് ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് നെയ്യപ്പത്തിൻ്റെ മാവിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് തണുത്തതിന് ശേഷം നമ്മുടെ മാവിനകത്തോട്ട് ഒഴിക്കാം. ഇനി നമുക്ക് ആ നെയ്യും തേങ്ങാക്കൊത്തും എല്ലാം കൂടെ ഇതിലേക്ക് ഒഴിക്കാം. നെയ്യ് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു തവിയുടെ 3/4 തവി മാവ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാം. നമ്മുടെ നെയ്യപ്പം പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു മീഡിയം തീയിലിടുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും പെട്ടെന്ന്. അപ്പം ഉള്ളു വേവത്തില്ല. അതുകൊണ്ട് മീഡിയം തീയിലിട്ടിട്ട് വേവിക്കാം. നമുക്കൊന്ന് തിരിച്ചിടാം. ഏകദേശം ഒരു സൈഡ് ആയി വന്നിട്ടുണ്ട്. നമ്മുടെ നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്.